അങ്ങനെ ഇതാ ഒരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ SBIയുടെ CBU നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ 2600 വേക്കൻസി ഉള്ള ഈ നോട്ടിഫിക്കേഷൻ കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടേ? അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ പലർക്കും തോന്നുന്നു ഇപ്പോൾ ദിവസവും തരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണോ? അതെ, നോട്ടിഫിക്കേഷൻസ് വരുന്ന സീസൺ ആയി കഴിഞ്ഞു. സോ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ കൃത്യസമയത്ത് നിങ്ങൾ കാര്യം അറിയുള്ളൂ. ഓക്കെ, സോ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഫീസ് ഫ്രം 9/5/2025, അതായത് മെയ് 9 മുതൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, ഫീസ് പേയ്മെന്റും ചെയ്യാൻ സാധിക്കും. അവസാന ദിവസം എന്ന് പറയുന്നത് മെയ് 29 ലാസ്റ്റ് ഡേറ്റ്. അതിനു മുന്നേ തന്നെ അപ്ലൈ ചെയ്ത് ഫീ അടയ്ക്കുക. ഫീ അടച്ചാൽ മാത്രമേ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ആൻഡ് കോൾ ലെറ്റേഴ്സ് എല്ലാം ജൂലൈ 2025 വരുമെന്ന് പറയുന്നുണ്ട്. ഓൺലൈൻ ടെസ്റ്റും ജൂലൈ 2025 ആയിരിക്കും. ജൂലൈ 2025 തന്നെ നിങ്ങൾക്ക് കോൾ ലെറ്റർ കിട്ടുമെന്നും ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നും അവർ ടെന്റേറ്റീവ് ഡേറ്റ്സ് പറയുന്നുണ്ട്. ജൂലൈ 2025 അപ്പൊ എക്സാം. സോ ബേസിക്കലി നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഒരു മന്ത് ഫുൾ എടുത്ത് പഠിക്കാം. ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര സുഖമാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നോക്കിക്കഴിയാം എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന്. അപ്പോൾ ആദ്യം അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഫുൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉള്ളവരാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഫീ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ആക്കുക. ചില ആൾക്കാർ നേരത്തെ അപ്ലൈ ചെയ്തിട്ട് ഫീസ് കൊടുക്കാണ്ടിരിക്കും, എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്തല്ലോ എന്ന് ഓർത്തിരിക്കും. അങ്ങനെ ചെയ്യരുത്. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫീസ് പേ ചെയ്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യുക പ്രോസസ്സ്. ഓക്കെ, ആൻഡ് ദെൻ എന്തൊക്കെയാണ് എക്സാമിനേഷൻ ഉണ്ടാവാന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. ഓൺലൈൻ എക്സാമിനേഷൻ, സ്ക്രീനിങ്, ഇന്റർവ്യൂ, ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നിങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, നമ്മൾ ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പുമായിട്ട് കേരളത്തിലുടനീളം വരാൻ പോവുകയാണ്. ഒരു 1 ഡേ ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് വിത്ത് ഫ്രീ പ്രാക്ടീസ് ടെസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ നടത്താൻ പോകുന്നത് ഈ മെയ് 31 ജൂൺ 1 ഉണ്ട് ആൻഡ് ജൂൺ 9 ഉണ്ട്. ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോക്കകത്ത് ഞാൻ ഒരു കാര്യം പറയാം. മെയ് 12 നമ്മൾ വരാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ ശക്തൻ ക്യാമ്പസിലേക്ക് നമ്മൾ 1 ഡേ ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പുമായിട്ട് മെയ് 12 വരുന്നുണ്ട്. സോ എല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം. അതിനുശേഷം എവിടെ വരും മിസ്സേ എന്ന് ചോദിച്ചിട്ടുള്ളവർക്കുള്ള ഉത്തരവാണ് 31-നും 1-നും കൊല്ലത്തും ജൂൺ 9 പാലക്കാടുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതൊന്നും മറക്കണ്ട. ഈ ദിവസങ്ങളും സമയങ്ങളും എല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക ഓഫ്ലൈൻ വർക്ക്ഷോപ്പിന് വരാൻ വേണ്ടി. ഇനി അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഒന്നും കൂടി കുറച്ചുകൂടി മിനുക്കി എടുക്കണം, പഠിച്ചതൊക്കെ ഒന്ന് മിനുക്കി എടുക്കണം, പോളിഷ് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, റിവൈസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വൈകാതെ തന്നെ ബാങ്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓൾറെഡി ബാച്ച് റണ്ണിങ് ആണ്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും സീറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. വെറും 5499 ആണ് ഇതിന്റെ വരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് നിങ്ങൾക്ക്. സോ സുഖമായിട്ട് പഠിച്ച് ഇത്തവണ വരാൻ എക്സാംസ് ക്രാക്ക് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഓഫ്ലൈൻ ആണെങ്കിൽ ഇവിടെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടോട്ട് വരാം. വെസ്റ്റ് ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അവിടത്തേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റിൽ ഇരുന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമുക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ട്. മാത്രമല്ല കൂടുതൽ ക്ലാസ്സുകൾ റെഗുലർ ബാച്ചാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ മെയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന RRB റാങ്കേഴ്സ് ബാച്ച്, RRB PU ആൻഡ് ക്ലർക്കിന്റെ റാങ്കേഴ്സ് ബാച്ച് ഉണ്ട്. പേര് മാത്രമേ RRB PO ക്ലർക്ക് എന്നുള്ളൂ. ഏതൊരു എക്സാമിന് പഠിക്കുന്ന ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് ബേസ് മുതൽ അഡ്വാൻസ് വരെ കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഡൗട്ടുകൾ എവിടെ ക്ലിയർ ചെയ്യണം? താഴെ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാറുണ്ട്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങൾ ഉറപ്പായിട്ടും വിളിക്കുന്നതായിരിക്കും. ഇച്ചിരി സ്പീഡ് കൂടി പോയല്ലേ, വേറൊന്നും കൊണ്ടല്ല, നോട്ടിഫിക്കേഷൻ പറയണ്ടേ. അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. സോ നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോയാലോ? കമോൺ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് വേക്കൻസി ആണ് കാണാൻ പറ്റുന്നത്. 2600 വേക്കൻസിയാണ് ടോട്ടൽ ആയിട്ട് നമുക്കുള്ളത്. അതിൽ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ സർക്കിൾ, സ്റ്റേറ്റ്, ലാംഗ്വേജ് എന്നവർ തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ സർക്കിൾ നോക്കുമ്പോൾ തിരുവനന്തപുരം സർക്കിളിലാണ് മലയാളം ലാംഗ്വേജ്. കേരളത്തിലും ലക്ഷദ്വീപിനുമാണ് ഈ സ്റ്റേറ്റ് യൂട്യൂബ് തന്നത്. കേരളത്തിലും ലക്ഷദ്വീപിലും ഉള്ളവർക്ക് മലയാളം ലാംഗ്വേജിൽ എഴുതാം. തിരുവനന്തപുരം സർക്കിളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ 90 വേക്കൻസി ഉണ്ട്. 13 SCക്ക്, 6 STക്ക്, OBC 24, EWS 9, ജനറലിന് 38. ഇനി അതേസമയം തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ, ചെന്നൈ സർക്കിളിലേക്ക് വരുമ്പോൾ തമിഴ് ലാംഗ്വേജ്, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി 120 വേക്കൻസീസ് ഉണ്ട്. ബാംഗ്ലൂരു, അതായത് കർണാടക, കന്നഡ വരുമ്പോൾ there is 250 വേക്കൻസീസ്. അപ്പൊ ഞാനൊരു സദേൺ റീജിയന്റെ ബേസിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വേക്കൻസീസ് വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരാൾക്ക് ഒരു
സർക്കിളിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് സർക്കിളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഏത് ലോക്കൽ ലാംഗ്വേജിലാണോ പ്രൊഫഷൻ്റ് ആയിട്ടുള്ളത്, കാരണം ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്. സോ റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് നിങ്ങൾക്ക് അത് മൂന്നും പറ്റണം. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം, അല്ല നിങ്ങൾ 10ലോ +2ലോ ആ പർട്ടിക്കുലർ ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചാലും മതിയാകും. സോ നിങ്ങൾ ഏതാണോ പ്രൊഫഷൻ്റ് ആയിട്ടുള്ളത് ആ സർക്കിളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരാൾക്ക് ഒരു സർക്കിളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവരെടുത്ത് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നും നോട്ടിഫിക്കേഷന്റെ ഇതിൽ പറയുന്നുണ്ട്. അതായത് കാൻഡിഡേറ്റ്സ് വർക്കിംഗ് ഇൻ സബ്സിഡറീസ് ഓഫ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അവിടെയുള്ളവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. SBI ക്ലറിക്കൽ ആൻഡ് സൂപ്പർവൈസറി കാഡറിൽ കോൺട്രാക്ട് ബേസിസിൽ എംപ്ലോയി ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങളൊരു എംപ്ലോയി കോൺട്രാക്ട് ബേസിൽ എംപ്ലോയി ആയിരുന്നവരോ അതിപ്പോൾ അസോസിയേറ്റ് ബാങ്ക്സ് ആവട്ടെ SBI ആവട്ടെ അവിടുന്ന് റിസൈൻ ചെയ്യുന്നവരായാൽ പോലും അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് എടുത്ത് തന്നെ പറയുന്നുണ്ട്. ദെൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് വരുമ്പോൾ എസെൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഏതൊരു ബാങ്ക് എക്സാമിനെ പോലെ ഡിസിപ്ലിൻ ഇൻ ലൈക്ക് എനി ഡിസിപ്ലിൻ ഡിഗ്രി ക്വാളിഫിക്കേഷൻ, അത് ഏതൊരു ഡിസിപ്ലിനായാലും ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ട് ആവട്ടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏജ് ലിമിറ്റും പറയുന്നുണ്ട്, അതായത് നോട്ട് ബിലോ 21 ആൻഡ് നോട്ട് എബോവ് 30, അതായത് 21നും 30നും മധ്യേ. അത് അവർ കറക്റ്റ് ആയിട്ട് ടൈം ലൈൻ പറയുന്നത് നോക്കിക്കോണം. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ലേറ്റർ ദാൻ 2004 4-ാം മാസം 30-ാം തീയതി 2004നും 1/5/1995, അതായത് 1995 5-ാം മാസം 1-ാം തീയതി. കണ്ടോ, കൃത്യമായിട്ട് ഞാൻ എടുത്തു പറയുന്നത് ഈ കാര്യം വേണം നിങ്ങൾ നോക്കാൻ. യു ഷുഡ് നോട്ട് ഹാവ് ബീൻ ബോൺ ലേറ്റർ ദാൻ, അതായത് 2004 ശേഷം ജനിച്ചവരോ 1995 5-1-ാം തീയതിക്ക് മുന്നേ ജനിച്ചവരോ ആവാൻ പാടില്ല. അത് ടൈം ലിമിറ്റിനുള്ളിൽ ജനിച്ചവരായിരിക്കണം. സോ ഏജ് നിങ്ങൾ നോക്കിക്കോളാം. ആൻഡ് ഏജ് റിലാക്സേഷന്റെ കാര്യം പറയുന്നുണ്ട്. SC STക്ക് 5 വർഷം, OBC നോൺ ക്രീമി ലെയറിനാണെങ്കിൽ 3 വർഷം, പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ആണെങ്കിൽ ഓരോ SC STക്ക് 15, OBCക്ക് 13, ജനറലിന് 10, എക്സ് സർവീസ് വരുമ്പോൾ 5. ഇനി കാൻഡിഡേറ്റ്സിന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്വാളിഫിക്കേഷനൊപ്പം തന്നെ അവർ 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷനായിട്ട്. അതും അവരെടുത്തു പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിലോ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കിലോ ഓഫീസറായി ഇരുന്നിട്ടുണ്ടാവണം. ആൻഡ് അത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെക്കൻഡ് സ്കെഡ്യൂളിൽ വരുന്ന പ്രകാരം ഒന്നെങ്കിൽ ഏതെങ്കിലും RRB റീജിയണൽ റൂറൽ ബാങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിങ്ങൾ 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓഫീസർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ അവർ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് പറ്റണം. സോ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് പറ്റുന്നത് അതിന്റെ വേക്കൻസി വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത ഒരു പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് പിന്നെ കാണാൻ പറ്റും നമ്മുടെ സെലക്ഷൻ പ്രോസസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട് 120 മാർക്ക് 50 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിനുണ്ട്, 120 മാർക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റിനുണ്ട്. അത് ആദ്യം ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും 120 മാർക്കിന്, അതിനുശേഷം 50 മാർക്കിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടാവും. ആൻഡ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എല്ലാത്തിനും എന്തുണ്ട്, സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, പക്ഷേ സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല എന്നൊരു താഴെ പറയുന്നുണ്ട്. മാത്രമല്ല ഈ എക്സാമിന് വേറൊരു പ്രത്യേകത, ഇവർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, ദർ ഇസ് നോ പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 30 മിനിറ്റ്, ബാങ്കിങ് നോളജ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 40 മിനിറ്റ്, ജനറൽ അവയർനെസ് 30 ക്വസ്റ്റ്യൻ 30 മിനിറ്റ് 30 മാർക്ക്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക് 20 മിനിറ്റ്, ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് 120 മാർക്ക് 2 മണിക്കൂറാണ് സമയമുള്ളത്. അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോൾ നിങ്ങൾക്ക് 30 മിനിറ്റ് ആണ് സമയമുള്ളത്, 50 മാർക്ക് ഉണ്ടാവും, ഒരു എസ്സേയും ഒരു ലെറ്ററും ആയിരിക്കും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് കിട്ടാം. ഓക്കെ, ദെൻ സ്ക്രീനിങ് പ്രോസസ് ഉണ്ടാവും, അതായത് എന്ത് സ്ക്രീനിങ് ബേസിസിലാണെന്നുള്ളത് പിന്നെ ആയിരിക്കും നിങ്ങൾ അറിയിക്കുക. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാവും, 50 മാർക്കിന്റെ ആയിരിക്കും ഇന്റർവ്യൂ ഉണ്ടാവുക. ദെൻ ഫൈനൽ സെലക്ഷൻ. ഓക്കെ, മാർക്ക് സെക്യൂർഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഇൻ ഓൺലൈൻ ടെസ്റ്റ് ഔട്ട് ഓഫ് 170 ആർ കൺവേർട്ടഡ് ഔട്ട് ടു 75 മാർക്സ്. ഓൺലൈൻ ടെസ്റ്റിൽ കിട്ടുന്ന മാർക്കിനെ 75ലേക്ക് ഒരു കൺവേർട്ട് ചെയ്യാം. ദെൻ ഔട്ട് ഓഫ് ദി ഇന്റർവ്യൂ സ്കോർസ് 50 മാർക്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമല്ലോ, ആ സ്കോറോട് എടുത്തിട്ട് അതിനെ 25 മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ 75 25 ചേർത്തിട്ട് 100 മാർക്ക് എന്നൊരു ലിസ്റ്റിൽ ഇട്ടിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, 100 മാർക്കിലേക്ക് കവർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഫൈനൽ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ഒരു സർക്കിളിലേക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ എക്സാം എഴുതി പാസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ആ സർക്കിളിൽ തന്നെ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇന്റർ സർക്കിൾ ട്രാൻസ്ഫേഴ്സ് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ദെൻ എക്സാമിനേഷൻ സെന്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇനി എമോല്യൂമെന്റ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത് 48,480 rupees ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇതിലൂടെ HRA, DA അങ്ങനെയുള്ള പല അലവൻസുകളും വരുന്നുണ്ട്. ദെൻ ജോയിനിങ് ആൻഡ് ട്രെയിനിങ് കരിയർ പാത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം ആപ്ലിക്കേഷൻ ഫീ 750 ഫോർ SC ST PWBD. ഓക്കെ, ഫീ ചാർജസ് അതായത് ജനറൽ EWS OBCക്ക് 750യും SC ST PWDക്ക് 1 രൂപ പോലും കൊടുക്കണ്ട.
ഓക്കെ, അതായത് ഈ ജനറൽ EWS OBCക്ക് മാത്രം, ജനറൽ EWS ആൻഡ് OBCക്ക് 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഫീസ് അത്രയാണ്. പക്ഷേ SC ST PWBD ആണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഇല്ല. നോ ഫീ പേയ്മെന്റ് ഇസ് ദയർ ഫോർ യു ഗൈസ്. അപ്പം സിംപ്ലി നിങ്ങൾക്ക് സുഖമായിട്ട് പോയി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെ ഫിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ SC ST OBC PWBക്ക് പ്രീ എക്സാമിഷൻ ട്രെയിനിങ്ങും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കിയെല്ലാം ജനറൽ ഇൻഫർമേഷൻ, എന്തൊക്കെ നമുക്ക് കൊണ്ടുപോകാം, എന്തൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത നോട്ടിഫിക്കേഷനുമായി കാണാം.